അസ്സലാമലൈക്കും. നോർമലി നമ്മൾ എംബ്രോയ്ഡറി വീഡിയോസ് ഒക്കെ ചെയ്യൽ പോപ്ലിൻ ക്ലോത്തിലാണ്. പക്ഷെ അതിൽ നിന്ന് വെറൈറ്റി ആയിട്ട് ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു മെറ്റീരിയൽ അല്ല കേട്ടോ. ഇത് ഓൾറെഡി ഞാൻ സ്റ്റിച്ച് ചെയ്ത് വെച്ച ഒരു ബ്ലൗസാണ്, പ്രിൻസസ് കട്ട് ബ്ലൗസാണ്. അതിലാണ് ഞാൻ ജസ്റ്റ് ഒന്ന് വർക്ക് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കും മെറ്റീരിയൽ എങ്ങനെയാണോ നിങ്ങളുടെ ഇഷ്ടത്തിനൊക്കെ വർക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. പിന്നെ നമ്മളുടെ ഈ ഒരു വീഡിയോയുടെ പ്രത്യേകത എന്ന് പറയുന്നത്, നോർമലി നമ്മൾ എംബ്രോയ്ഡറി ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് സ്റ്റിച്ച് ചെയ്യാറല്ലേ. പക്ഷേ ഈ ഒരു വീഡിയോയിൽ എന്ന് പറയുന്നത് നമ്മൾ എംബ്രോയ്ഡറി ത്രെഡ് അല്ലാട്ടോ യൂസ് ചെയ്യുന്നത്. നോർമൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യാനൊക്കെ യൂസ് ചെയ്യുന്ന ആ ഒരു ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇന്ന് വർക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ത്രെഡിനെ എങ്ങനെയാണ് എംബ്രോയ്ഡറി ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നതെന്നൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോകുന്നുണ്ട്. പിന്നെ നമുക്ക് ഈ ഒരു നോർമൽ ത്രെഡിൻ്റെ കൂടെ തന്നെ വേണ്ടതാണ് സൂചി. അത് നമ്മൾ നോർമലി എംബ്രോയ്ഡറി വർക്ക് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ആ ഒരു വലിയ സൂചി നമ്മൾക്ക് വേണം. പിന്നെ നമുക്ക് കത്രികയും വേണം കേട്ടോ. ഇനി നമ്മൾക്ക് എങ്ങനെയാണ് നമ്മളുടെ നോർമൽ ത്രെഡിനെ എംബ്രോയ്ഡറി ത്രെഡാക്കി മാറ്റുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഇതുപോലെ ത്രെഡ് നമ്മൾ നോർമലി എംബ്രോയ്ഡറി ത്രെഡ് എന്ന് പറയുന്നത് 6 ഇഴ നൂലാണെങ്കിൽ നമ്മൾ ഈ നോർമൽ ത്രെഡിനെ മടക്കി ഒരു 8 ഇഴ നൂലാക്കി മാറ്റാം. ഇതിനെ ഇങ്ങനെ 8 ഇഴ നൂലായിട്ട് മടക്കി കട്ട് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നോർമൽ എംബ്രോയ്ഡറി ത്രെഡിനെ അപേക്ഷിച്ച് ഈ ഒരു നോർമൽ ത്രെഡിന് കട്ടി കുറവായിരിക്കും. അപ്പോൾ അത്യാവശ്യം നല്ല കട്ടി തോന്നാനായിട്ടാണ് നമ്മൾ 8 പ്രാവശ്യം മടക്കി 8 ഇഴ നൂലാക്കി എടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിനായിട്ട് നമ്മൾ ആദ്യം ഫ്രെയിമൊക്കെ ഇട്ട് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യുക, താഴെ നിന്ന് സൂചി മുകളിലേക്ക് കുത്തിയെടുത്തതിന് ശേഷം നമ്മൾ ആ സൂചി കയറ്റിയെടുത്തതിൻ്റെ താഴത്ത് നിന്ന് ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് നമ്മൾ ആദ്യം കുത്തിയെടുത്ത ആ ഒരു സ്ഥലത്തേക്ക് നമ്മളിങ്ങനെ സൂചി ഇങ്ങനെ കയറ്റിയെടുക്കുമ്പോൾ നമ്മുടെ ആ നൂല് കയറ്റിയെടുക്കുന്ന ഭാഗം അവിടെ നിർത്തിയിട്ട് ബാക്കി സൂചിയുടെ ഭാഗം മാത്രമായിരിക്കണം അവിടെ നിൽക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ബുള്ളിയൻ നോട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു 15 ബുള്ളിയൻ നോട്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബുള്ളിയൻ നോട്ടൊക്കെ വെച്ച് ചെയ്യുന്ന റോസിൻ്റെ ഒക്കെ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മളുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതപ്പോൾ ആർക്കെങ്കിലും കാണാൻ താല്പര്യമുണ്ടെങ്കിൽ എല്ലാവരും പോയി ഒന്ന് കാണാം കേട്ടോ. അപ്പോൾ നമ്മളിനി 15 നോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളുടെ കൈ വെച്ചൊന്ന് ജസ്റ്റ് ഒന്ന് അതിനെ ലൂസാക്കി കൊടുത്തതിന് ശേഷം നമ്മളുടെ സൂചി ഇങ്ങനെ മുകളിലേക്ക് വലിച്ചെടുക്കുക. എന്നിട്ട് ഈ വീഡിയോയിൽ കാണുന്ന പോലെ അതിനെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് മടക്കിയിട്ട് നമ്മൾ എവിടെ നിന്നാണോ സൂചി കുത്തിയെടുത്ത് അവിടേക്ക് ഇങ്ങനെ വെച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, അവിടെ തന്നെ സൂചി താഴേക്ക് കുത്തി ഇറക്കി അവിടെ ആ നോട്ടിനെ നമ്മൾ സെറ്റാക്കി കംഫർട്ടാക്കി വെച്ച് കൊടുക്കുക. അപ്പോൾ ഞാൻ പറയുന്നതിലും കൂടുതൽ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. അതുകൊണ്ട് തന്നെ മാക്സിമം നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ നല്ലപോലെ ശ്രദ്ധിച്ച് കാണാം. ഇനി നമ്മളിത് ഒരു സ്ട്രെയിറ്റ് ആയിട്ടാണ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇതിനപ്പുറം ഇപ്പുറം ചെറിയ ബ്രാഞ്ച് വരുന്ന പോലെ നമ്മൾ ആദ്യം ഈ ഒരു സ്ട്രെയിറ്റ് ലൈൻ കൊടുത്തതിൽ നിന്നും അതിൽ നിന്നും താഴേക്ക് നിൽക്കുന്ന പോലെ ഒരു നോട്ടാണ് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ആ ഒരു നോട്ട് ഉദ്ദേശിക്കുന്നത് ചെരിച്ച് കൊടുക്കാനാണ്. അപ്പോൾ ഞാൻ ആ ചെരിച്ച് നോട്ടിട്ട് കൊടുക്കാനായിട്ട് ഇങ്ങനെ മുകളിൽ നിന്ന് കുത്തിയെടുത്തു. പിന്നെ നമ്മൾ ആദ്യം എൻഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു നോട്ടില്ലേ, ആ നോട്ടിൻ്റെ അവിടെ നിന്ന് സൂചി നമ്മളിതുപോലെ കുത്തിയെടുത്തതിന് ശേഷം നമ്മൾ വിരൽ വെച്ച് സൂചി ഇങ്ങനെ പൊക്കിയെടുത്ത് 8 നോട്ടാണ് നമ്മൾ ഇവിടെ ഇട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ. സെൻറ്ററിൽ നമ്മൾ 15 ആണെങ്കിൽ അപ്പുറം ഇപ്പുറം വരുന്ന പോലെ നമ്മൾ 8 നോട്ട് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, കൈ വെച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മളിതിനിങ്ങനെ താഴേക്ക് കുത്തിയിറക്കി അവിടെ സെക്യൂർ ചെയ്ത് വെക്കുക. ഇതുപോലെ തന്നെ നമുക്ക് അപ്പുറത്തെ സൈഡിലേക്കും ഒരു ബ്രാഞ്ച് പോലെ ചെയ്തെടുക്കുക. ആ ഒരു ബ്രാഞ്ചിലും നമ്മൾ 8 നോട്ടാട്ടോ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. വളരെ സിമ്പിളായിട്ട് നമുക്കിത് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ വീഡിയോ നല്ലപോലെ ശ്രദ്ധിച്ച് കാണാം. എന്നിട്ടും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് അറിയിക്കാം കേട്ടോ. ഇനി നമ്മൾ ഇപ്പോൾ നമ്മളുടെ ജസ്റ്റ് ഒരു ഫ്ലവർ പോലെ ആയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിൻ്റെ ഒരു സ്റ്റെമ്മും ലീഫും ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് ഞാൻ ഗ്രീൻ കളറിലെ നൂലെടുത്തിട്ട് നമ്മൾ ആ 8 ഇഴ ആയിട്ട് സെറ്റ് ചെയ്തതിന് ശേഷം ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഒരു ലൈൻ സെറ്റ് ചെയ്ത് കൊടുത്തു. ആദ്യം ഞാൻ ഇങ്ങനെ ഒരെണ്ണമായിട്ടാണ് സെറ്റ് ചെയ്ത് കൊടുത്തത്. അപ്പോൾ എനിക്ക് ഒരു കട്ടിക്കുറവ് പോലെ തോന്നി. അപ്പോൾ ഞാൻ ഒരു പ്രാവശ്യം കൂടി ആ ഒരു സെയിം മെത്തേഡ് ചെയ്തു. അങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് കട്ടിക്കുറവിൽ മതിയെന്നുണ്ടെങ്കിൽ ഒരൊറ്റ പ്രാവശ്യം നമ്മളിതുപോലെ ഒന്ന് പൊക്കിയെടുത്താൽ മതി. എന്നിട്ട് നമ്മളിതേ താഴെ ഒരു സൈഡിലേക്ക് ലീഫ് വരുന്ന പോലെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനായിട്ട് എന്ത് ചെയ്തു, താഴെ നിന്ന് സൂചി മുകളിലേക്ക് കുത്തിയെടുത്തതിന് ശേഷം
നമ്മൾ ആ കുത്തിയെടുത്ത ആ ഒരു പോർഷനിൽ നിന്ന് തന്നെ സൂചി നമ്മൾ ചെറിയ ലീഫ് എത്ര ലെങ്ത്തിൽ വേണോ ആ ഒരു ലെങ്ത്തിലോട്ട് നമ്മളിങ്ങനെ സൂചിനെ ഇങ്ങനെ കുത്തിയെടുക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നൂല് വെച്ചൊന്ന് ജസ്റ്റ് ഇതിനൊന്ന് ചുറ്റി കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് വലിച്ചു കൊടുത്തിട്ട് അതിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് നമ്മളൊന്ന് സൂചി താഴേക്ക് ഇറക്കി കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ലീഫ് സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് എത്രത്തോളം സ്പേസിലാണ് നമുക്ക് ഈ ഒരു വർക്ക് വേണ്ടേ അത്രത്തോളം സ്പേസിൽ നമുക്കിത് ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പോൾ ഞാൻ കുറേ അധികം ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ബുള്ളിയൻ നോട്ടാണ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ലീഫ് പിന്നെ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് ഇനിയും ബുള്ളിയൻ നോട്ടിൽ ഡൗട്ട് വരുന്നുണ്ടെങ്കിൽ ഇത് ഈ വീഡിയോ ഒന്ന് ശ്രദ്ധിച്ച് കാണാം. അപ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടി നല്ലപോലെ ക്ലിയർ ആയിട്ടൊക്കെ മനസ്സിലാകും കേട്ടോ. നമ്മൾ സെൻറ്ററിൽ കൊടുക്കുന്നത് 15 നോട്ടാണ്, അപ്പുറവും ഇപ്പുറവും കൊടുക്കുന്നത് 8 നോട്ടാണ് കേട്ടോ. ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, താഴെ നിന്ന് സൂചി മുകളിലേക്ക് കുത്തിയെടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ആ കുത്തിയെടുത്തതിൻ്റെ താഴെ നിന്ന് ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് സൂചി മുകളിൽ നിന്ന് നമ്മൾ ആദ്യം കുത്തിയെടുത്ത് അവിടേക്ക് ആക്കി വെച്ചിട്ട് സൂചി ഇങ്ങനെ പതിയെ ഒന്ന് പൊന്തിച്ച് പിടിച്ചിട്ട് ഒരു 15 നോട്ടിട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ആ നോട്ടിനെ നമ്മൾ കൈവച്ചൊന്ന് പിടിച്ച് ലൂസാക്കി കൊടുത്ത് സൂചിനെ മുകളിലേക്ക് എടുത്തിട്ട് ആദ്യം രണ്ടാം നമ്മൾ കുത്തി ആ ഒരു പോർഷനിലേക്ക് സൂചിനെ കുത്തി താഴേക്ക് ഇറക്കി അവിടെ ലോക്ക് ചെയ്ത് കൊടുക്കുക. ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ സിമ്പിളായിട്ട് നമ്മൾ അപ്പുറവും ഇപ്പുറവും നോട്ടിട്ട് കൊടുക്കുന്നുണ്ട്. നല്ലപോലെ വീഡിയോ ശ്രദ്ധിച്ച് കാണാം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ മെറ്റീരിയലിലല്ല, നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്ത ഒരു ബ്ലൗസിലാണ് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ നിങ്ങൾ എംബ്രോയ്ഡറി വർക്ക് നിങ്ങളുടെ ഡ്രസ്സിലൊക്കെ ചെയ്ത് കൊടുക്കാൻ പോകുന്നുണ്ടെങ്കിൽ വലിയ റിങ്ങൊക്കെ യൂസ് ചെയ്ത് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഹാൻഡിലൊക്കെ യൂസ് ചെയ്യാനാണ്, വർക്ക് ചെയ്യാനാണ് എങ്കിൽ നമുക്കൊരു 6 ഇഞ്ചിൻ്റെ റിങ് മതി. ഈ ഞാനിപ്പോൾ യൂസ് ചെയ്തിരിക്കുന്നത് 6 ഇഞ്ചിൻ്റെയാണ്. നമുക്ക് നെക്കിലൊക്കെ ചെയ്യാനാണെങ്കിൽ ഒരു 10 ഇഞ്ചിൻ്റെ റിങ്ങൊക്കെ വെച്ചിട്ട് വേണം ചെയ്യാൻ. പിന്നെ നമ്മൾ നെക്കിലൊക്കെ ചെയ്യുമ്പോൾ എന്ന് പറയുമ്പോൾ സ്റ്റിച്ച് ചെയ്യുന്നതിന് മുമ്പ് വേണം വർക്ക് ചെയ്യാൻ, എന്നാലാണ് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ കേട്ടോ. പിന്നെ നമ്മളുടെ ഓൾറെഡി സ്റ്റിച്ച് ചെയ്ത ഡ്രസ്സിലാണെങ്കിൽ നമുക്കിതുപോലെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ പിടിച്ച് നമുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളുടെ ഫൈനൽ റിസൾട്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. മസ്റ്റായിട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഒപ്പം നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള ഫീഡ്ബാക്ക് കൂടി അറിയിക്കണം കേട്ടോ. എന്നാലാണ് നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലായോ ഇല്ലേ എന്നൊക്കെ അറിയുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യേണ്ട ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യുക. ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്തിടാം കേട്ടോ. അപ്പോൾ അടുത്തൊരു യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ടാറ്റ ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.